ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, അപ്പം വേറെ ലെവല് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയിൽ ഞങ്ങളൊക്കെ നൈസായിട്ട് കയറി നമ്മൾ ഇന്നെന്തായാലും കൊണ്ടുവന്നിങ്ങനെ വണ്ടി ഏതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെന്തായാലും ഇന്ന് കൊണ്ടുവന്നേക്കണ വണ്ടിയാണ് ദിസ് വൺ. യെസ് ഗായ്സ്, ഇത് നമ്മുടെ ജയ്ഗുരു ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ജയ്ഗുരു ബസ്സും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം വേറെ ലെവല് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ജയ്ഗുരു ബസ്സും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇത് നമ്മുടെ ജയ്ഗുരു ബസ് മൈ ഗ്രേറ്റ് ഫാദറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ഏതാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല കിടിലനായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ലുക്കും ബാക്കി സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, പൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വീഡിയോ ഞങ്ങളൊക്കെ സ്റ്റാർട്ടാക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടി ഞാനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഗിയറും ഞങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഞങ്ങളൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് കളിക്കാം. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുള്ള ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പൊളിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് പോകാം. നമുക്ക് എന്തായാലും സെക്കൻഡ് ഗിയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇടുമ്പോൾ കുറേ കൂടെ കയറുന്നു. ഓക്കെ, ഞാൻ എന്തായാലും സെക്കൻഡ് ഗിയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. തേർഡ് ഇടുമ്പോഴാണ് എല്ലാ വണ്ടിയുടെ സ്പീഡ് കൂടുന്നത്. മാക്സിമം നമുക്ക് ഇടി വരുത്താതെ നോക്കണം. ഓക്കെ, ഓക്കെ, നമ്മുടെ ഒരു ടോള് പോലെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഒരിക്കൽ കൂടെ എന്തായാലും ഫസ്റ്റ് ഗിയറിലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നൈസായിട്ട് നമുക്ക് സെക്കൻഡുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊളിയായിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഒരു വണ്ടികളൊക്കെ ഓടിക്കാനായിട്ട്. നമ്മളെന്തായാലും ഹോണൊക്കെ അടിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം ഇടിക്കാതെ പോവാം. ഓക്കെ, ഞാൻ എന്തായാലും തേർഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പറത്തി വിടാൻ വണ്ടി. എൻ്റെ ഒന്ന് ഇട്ടുണ്ട്. എന്നാലും കത്തിച്ചു വിടാം. ഓക്കെ, വണ്ടിയുടെ ലൈഫ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഒരിക്കൽ കൂടെ അയ്യോ പക്ഷെ അറിയാതെ റിവേഴ്സിലിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇതിലേ കൂടെ യൂ ടേൺ എടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ യൂ ടേൺ ഞാനൊക്കെ എടുക്കണം. ഇൻഡിക്കേറ്റർ ഇട്ട് തരിക, അല്ലെങ്കിൽ ബാക്കിലൊന്നും നല്ലവണ്ണം വന്ന് ഇടിക്കും. ഓ ഓ ഓ ഓ ഓ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ വണ്ടി തിരിച്ചിട്ടുണ്ട്. ഒടുക്കത്തെ ലുക്കായിട്ടാണ് അവിടെ ജയ്ഗുരു ബസ് കാണാനായിട്ടൊക്കെ വണ്ടി ഓടിക്കാം നമുക്ക്. എൻ്റെ മോനെ നമ്മളങ്ങനെ തമ്പനയിലും വേണ്ടിയിട്ടാണ് നമ്മളെന്തായാലും ഈ ഒരു ഫോട്ടോകളൊക്കെ എടുത്ത് വെച്ചു. നോക്കി നമ്മൾ നേരത്തെ ഒരു എടുത്തില്ല. അതെന്തായാലും വേറൊരു വണ്ടി ഫ്രണ്ടിൽ വന്ന് ചാടി തന്നതുകൊണ്ട് അത് ബോറായി പോയി. കുഴപ്പമില്ല. നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചിടാം. എൻ്റെ മോനെ വണ്ടികളൊക്കെ ഓവർടേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്തായാലും അത് സമ്മതിക്കില്ല. പറത്തിവിടെയാണ്. എന്തായാലും തേടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉഫ്, സ്പീഡിൽ വരുമ്പോൾ അപ്പട്ടോള് ഉഫ് കഷ്ടമാണ്. ഇഷ്ടം പോലെ ടോളുകളുള്ള ഒരു റൂട്ടാണ് എടുത്തേക്കണത്. അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടം പോലെ ടോളുകളൊക്കെ. വണ്ടിയുടെ ലൈഫ് അത്യാവശ്യം നല്ല കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ടോള് കാരണമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ പോലെ വേറൊരു വണ്ടി ഇടിച്ച്
ഓക്കെ, ഫ്രീ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എന്തായാലും കത്തിച്ചു വിടാം. ഞാൻ തന്നെ സെക്കൻഡിലുണ്ട്. ഓക്കെ, എൻ്റെ അമ്പോ, നമ്മളിത് ഏതോ മറ്റേ ഷിപ്പിൻ്റെ ഏരിയയിലൊക്കെ എവിടെയോ വന്നേക്കാണെന്ന് കേട്ടാ. കണ്ട ദ നാഷണൽ ബ്രിഡ്ജ് എന്നൊക്കെ നമുക്ക് പറത്തിവിടാം. ഓക്കെ, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും വണ്ടി കത്തിച്ചുവിടാണ്. എൻ്റെ അമ്പോ, ഇവിടെ വണ്ടികളൊക്കെ പോകണമെന്ന് മാറടേ. എൻ്റെ അമ്പോ, എല്ലാത്തിനെ പറത്തി വിട്ടിട്ടുണ്ട് നമ്മളെന്തായാലും. ഓഫ്, നല്ല ഇടിച്ചടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആകുമ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് വന്നത്. വണ്ടികൾ ഊഫ്, എന്തോണിത്, എപ്പോഴും ടോള് ഭയങ്കര ശല്യമായാലോ. ഫുള്ള് ടോള്. നമ്മുടെ ജയ്ഗുരുവിൻ്റെ ഫ്രണ്ടൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. പോ. ഓക്കെ, വണ്ടിയുടെ ഫോണില്ല. വണ്ടി ഇതിലേ കൂടെ എടുക്കുക, ഇതിലേ കൂടെ അങ്ങ് പത്ത് വിടാം. ഈ വഴി കൂടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യണം. മാക്സിമം ഒക്കെ ഇടിക്കാൻ നോക്കാം. വണ്ടി ഇടിക്കുന്നത് എന്ത് ചെയ്യാൻ. ഊഫ്, എൻ്റെ അമ്പോ, വളച്ചെടുത്ത ശരിയായില്ല. പക്ഷെ ഗിയർ മാറ്റാൻ എന്താ പാട് ഈ ഗെയിമിൽ. അവിടെ നിന്ന് ഒരു ഇടി ഇടിച്ചിട്ടുണ്ട്. നല്ല കാര്യം. സെക്കൻഡ് ഗിയർ ഇട്ട് പോകാം. നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യണം. ഭയങ്കര ടോളും അതെല്ലാം കൂടെ കയറണം. ഈ റൂട്ട് ഭയങ്കര ടോളുള്ള റൂട്ടാണ്. ഇവിടെ മുകളിലോട്ടൊരു വഴിയുണ്ട്, അത് നല്ലൊരു വഴിയാണ്. അവിടെ കൂടെ പോകണമെന്നുണ്ട് എനിക്ക്. പക്ഷെ നമുക്ക് അങ്ങോട്ടല്ല പോകണ്ട, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ടാണ്. നമുക്കെന്തായാലും കത്തിച്ചു വിടാം. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഈ ഒരു വണ്ടി പിന്നെ നല്ലൊരു വണ്ടിയാണ്. ഞാൻ ഇൻഡിക്കേറ്റർ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാ സ്പെക്കുകളും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒന്ന് സ്പീഡിൽ പോട്ടെ. ഇതിനെല്ലാത്തിനും ഒന്ന് ഓവർടേക്കിട്ട് മാറും. ഓഹോ, എല്ലാത്തിനെ അടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ അടുത്ത ഗിയർ കണക്കിട്ടിട്ടുണ്ട്. ഒരു വളവ് വരുന്നുണ്ട്. ഓ, എൻ്റെ അമ്പോ, നല്ലൊരു ഇടി ഇടിച്ചിട്ടുണ്ട്. ജയ്ഗുരിയുടെ ഫ്രണ്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ കയറി വരുമ്പം ബൈക്കാരനും എല്ലാം കയറി. ഗിയറുടെ ഒന്ന് പാട്. എൻ്റെ അമ്മോ, പോ. എൻ്റെ ഉള്ള സമയം മൊത്തം ഇവിടെ കളയണം. ഓക്കെ, വണ്ടികളെല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിപ്പം 2 വേയിലാണ് കയറി ചെയ്യണത്, അതുകൊണ്ടാണ് ഈ പോകുന്നത്. ഞാൻ തിരിച്ച് 1 വേ കയറട്ടെ. ഞാൻ ഓവർടേക്ക് വേണ്ടിയിട്ട് കയറി ചെയ്യണം. അപ്പോൾ ഒരു ലോറിക്കാരൻ വന്ന് സൈഡ് ഇടിച്ചിട്ട് എന്താണ്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഓടിച്ച് വന്നതാണ് ഗൈസ്. അപ്പോൾ തന്നെ ഇടിച്ചിട്ടുണ്ട്. ഇനി വലിയൊരു റൂട്ട് ഓപ്പണായി വരുന്നതാണ്. നമുക്ക് എന്തായാലും സെക്കൻഡ് ഇട്ടിട്ട് ആ ഒരു റൂട്ട് കാര്യങ്ങളൊക്കെ ഓപ്പണായി വരട്ടെ. ഓക്കെ, അത് ഓപ്പണായിട്ടുണ്ടോയെന്ന് തോന്നണം. ഇല്ല, അത് ഇനിയാണ്. ഒരു വലിയ മെയിൻ റോഡ് കിട്ടിയിരുന്നെങ്കിൽ വണ്ടിയുടെ സ്പീഡ് നിൽക്കുകയായിരുന്നു. ഓക്കെ,
ഒരു വളവ് വരെയാണ്. കൂടെ അവൻ്റെ പേട്ട ലോറി എടുത്തോണ്ടന്ന് വണ്ടി ഇടിച്ച് എടുത്തോട്ട് പോണേ ഇങ്ങോട്ട്. നമ്മുടെ ബസ്സിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റണേ ഇല്ല, വണ്ടി ഇടിക്കുകയാണ്. നമുക്ക് ഇനി സ്പെക്ക് കാണിക്കാം, വേറെ വഴിയില്ല. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റത്തെ ഇത് തുറന്നതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ തുറക്കും. പിന്നെ സെക്കൻഡ് ഐറ്റം സൈഡിലത്തെ ഇതും ഇപ്പുറത്തെ സൈഡിലത്തെ ഐറ്റവും ലാസ്റ്റ് അവസാനത്തത് നമ്മുടെ ബാക്ക് സൈഡിലാണ്. ഓക്കെ, ഇതാണ് ഈ വണ്ടിയുടെ സ്പെക്കുകൾ. പിന്നെ നമ്മളെന്തായാലും ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓണാക്കുമ്പോൾ ഒടുക്കത്തെ ലുക്കാണ്. ലൈറ്റ് 2 രീതിയിലുണ്ട്, മെയിൻ ലൈറ്റും അങ്ങനത്തെ കുറേ സംഭവം. ഞാനിപ്പോൾ ഫുൾ ഓണാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഇട്ട് നമുക്ക് പറപ്പിക്കാം, നല്ല റൂട്ടാണ്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും കത്തിച്ചുവിടാം. വണ്ടി ഒട്ടും സ്പീഡ് കയറണില്ല, വണ്ടിയുടെ ലൈഫ് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. കയറണല്ലേ ഉണ്ടാ നല്ലടാ, എന്ത് ബ്ലോക്കാ. അല്ല അല്ല, ഇതിൻ്റെ ഇൻറ്റീരിയറായിട്ട് കളിച്ചില്ലേ ഇതിനായിട്ട്, ഇൻറ്റീരിയറായിട്ടൊന്ന് കളിച്ചു. അയ്യോ, ഞാൻ വൈപ്പ് ഓണാക്കിയ ഒപ്പോ എടുത്തോണ്ട് പോടേന്ന്. ഒപ്പോ അയ്യോ, നമ്മളങ്ങനെ എല്ലാത്തിനെയും ഇടിച്ച് പൊളിച്ചോണ്ട് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ 3-1 ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്തായാലും 4 കാലൊക്കെ ഇടാനായിട്ടുണ്ട്. അപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോകും തോന്നണ. വണ്ടി ഇടിച്ചിടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. ലൈഫ് തീരെ കുറവാണ്. ഈ ജയ്ഗുരിയുടെ ഈ വണ്ടി അശോക് ലൈലാൻഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ജയ്ഗുരി ദ ഗ്രേറ്റ് ഫാദറിൻ്റെ എഡിഷൻ. നമ്മുടെ വഴി തെറ്റിപ്പോയി, കുഴപ്പമില്ല, അങ്ങ് ഫ്രണ്ടിൽ പോകാം. നമ്മുടെ വണ്ടിയുടെ സൈഡൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ അമ്പോ, ഇൻഡിക്കേറ്റർ ഓഫാക്കാം. കണ്ട ഫിഫ്ത്തിലിടാ ഇനി. ഓക്കെ, അങ്ങനെ ഫിഫ്ത്തിലിട്ട് വലിയ കാര്യമില്ല, വണ്ടി കയറണില്ല, കുറയണേ ഉള്ളൂ. 50-ലാണ് പോണത്. 6ാമത്തെ ഗിയർ ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ സൈഡൊക്കെ പോയിട്ടുണ്ട്. വണ്ടി എങ്ങനെ കയറാൻ? ഇതെന്ത് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയില്ല, ബ്ലോക്കായി. വണ്ടി ഇടിച്ച ഒരു ആംബുലൻസ് ഒരു ബസ്സിലുണ്ടെ തട്ടി. ഓക്കെ, നമ്മുടെ ഈ വണ്ടിയുടെ ഇതും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നമ്മളൊരു വന്ന വഴിയില്ലേ, അതേപോലത്തെ വഴി അതല്ല. ബൈക്കൊക്കെ ഓവർടേക്ക് ചെയ്യണമെന്നുള്ള എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി കയറണില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് കുടിയും വേണ്ട, ഒരു സ്ട്രിപ്പ് പോലത്തെ ലൈറ്റാണ് ഉണ്ട് ആ ഗ്ലാസിൻ്റെ അവിടെ ആയിട്ട്. ബ്രേക്ക് ലൈറ്റ് 26 ഈ വണ്ടിയുടെ ലൈഫ്. ഒട്ടും കയറണില്ല. ഇവിടെ നിന്നൊരു യൂട്ടേൺ ഉണ്ട്. നമ്മളൊക്കെ വഴി തെറ്റിപ്പോയാന്നൊരു ഡൗട്ടുണ്ട്. ഈ യൂട്ടേൺ നമ്മൾ ഒരിക്കൽ എടുത്തതാണ്. ഓ അടിപൊളി, അവനും കൂടെ കൊണ്ടിടിച്ചപ്പോൾ അടിപൊളി. അങ്ങനെ ഒരിക്കൽ എടുത്തതാണെന്നാണ് യൂട്ടേൺ. വഴി തെറ്റിപ്പോയി. എനിക്കറിയത്തില്ല, എന്നാലും നോക്കടാ. ഈ ഒരു വണ്ടി നൈസാണ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ
ജയ്ഗുരു. ഇനി ജയ്ഗുരുവിൻ്റെ അടുത്ത ദ ഗ്രേറ്റ് ഫാദർ ഉടനെ കൊണ്ടുവരുന്നതാണ്. പിന്നെ ജയ്ഗുരുയുടെ ബാക്കിയുള്ള ബസ്സുകൾ ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതാണ്. എനിക്ക് നല്ല രീതിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ജയ്ഗുരുവും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ അമ്പ് കാട്ടിക്കൂടെയൊക്കെ പോവുകയാണ് വണ്ടി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ്. ഓക്കെ ഗായ്സ്, അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയൊരു കിടിലൻ വണ്ടിയായിട്ട് കൊണ്ടുവരാം. ഈ ജയ്ഗുരിയെ നമ്മുടെ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ എന്തായാലും മോഡ് വെച്ച് ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മുടെ ഹോട്ട്സിൻ്റെ സെക്ഷനല്ല. ഓക്കെ, ഞാൻ പിന്നെ ഇപ്പോഴാണ് ഈ വണ്ടിയുടെ കാര്യം ഓർത്തത്. നല്ലൊരു വണ്ടിയാണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജയ്ഗുരു. വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഫ്രണ്ടൊക്കെ പറഞ്ഞാൽ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കാം. മൊത്തം പൊളിഞ്ഞിരിക്കുകയല്ലേ, ലൈറ്റൊക്കെ മൊത്തം ഓണാക്കിയിട്ട. ഇവിടെ പിന്നെ വണ്ടികളൊന്നും റോട്ടില്ല. ഇപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ നൈസായിട്ട് ഒതുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ജയ്ഗുരുവിനൊക്കെ. ജയ്ഗുരുവിന് വലുതായിട്ടുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സൈഡ് നല്ല രീതിക്ക് ഇടിച്ച് പോയിട്ടുണ്ട്, അതൊരു ഡാമേജ്. പിന്നെ ഈ സൈഡ് കുറച്ചൊരു ചളുക്കമുണ്ട്, ബാക്കിലൊന്നും ഒരു കുഴപ്പമില്ല. ഈ സൈഡ് ഒരു ചളുക്കമുണ്ട്, ഇവിടെ ഉണ്ട്. എൻ്റെ അമ്പോ, ഫ്രണ്ട് കണ്ട ഈ സൈഡാണ് നല്ല ചളിങ്ങിക്കണത്. ഇവിടെ ഫുള്ള് ചളിയാണ്. ഇവിടെ കണ്ട നല്ല ചളിങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ട് ഇവിടെ നല്ല ചളിങ്ങിയിട്ടുണ്ട്. ഈ പോർഷനൊക്കെ നല്ല ചപ്പി ചളിങ്ങിയിട്ടുണ്ട്. നല്ല ഡാമേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഫ്രണ്ടൊക്കെ നല്ല ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി പിന്നെ പ്രകാശിൻ്റെ ആണ്. ഓക്കെ, പ്രകാശം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആണ്. ഓക്കെ, കണ്ട അവരെ പിയുടെ ലോഗോയാണ്. കണ്ട പ്രകാശം എന്ന ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. ഓക്കെ, നല്ലൊരു ബസ്സാണ്. എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്രണ്ടിൽ ഇങ്ങനത്തെ LED ലൈറ്റ് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. ഈ ജയ്ഗുരു പൊളി വണ്ടിയായിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു പുതിയൊരു വണ്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.